അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പൊന്നാരൻ്റെ ദിൽഷാദേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേക്കണ്. അതായത് ഇജ്ജാ പെണ്ണിനെ ഇനി കൊണ്ടുവന്നിട്ട് ഇടങ്ങാറാക്കരുത്. കുറേ ആ കുട്ടി ഇടങ്ങാറായതാണ്, ഇനി ഇടങ്ങാറാക്കരുത്. എനിക്ക് ആ കുട്ടി പോയിട്ട് വേദന ഇല്ലായിട്ടല്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എനിക്ക് ആ കുട്ടി എല്ലാത്തിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പെറ്റ മോള് ഫൗസിയ. ഓളൊക്കെ ഒരു അരൂലവിടെ നിൽക്കുള്ളൂ. ഇവളങ്ങനല്ല. ഈ പെണ്ണ് എന്തോ ഒരു സ്നേഹമുള്ളൊരു കുട്ടിയാണോ. ഞാൻ കാര്യമായിട്ട് എന്നോട് പറയാണ്, ഇജ് ആ കുട്ടീനെ കൊണ്ടുവന്ന് ഇടങ്ങാറാക്കരുത്. അല്ല, അനക്കിപ്പം എൻ്റെ ദിൽഷാദ് അങ്ങനൊരു പൂതി, അനക്കിപ്പം എൻ്റെ അങ്ങനൊരു ഓളെ കൊണ്ടുവരണമെന്നൊരു പൂതി. എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ എന്തിൻ്റെ പേരിലൊരു അസുഖങ്ങൾ ഇല്ലേനും. പിന്നെയെന്ന് വെച്ചാൽ അന്ന് ബോധം കെട്ടുമെന്ന് വിചാരിച്ചു കണ്ടിപ്പോൾ അന്നെല്ലാവരും എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇതൊരു എൻ്റെ പൊന്നാര ദിൽഷാദേ, ഇജ് ആലോചിച്ചിട്ട് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇജ് കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരണേനല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിക്കണേന്. പക്ഷേങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആ കുട്ടീനെ ഇടങ്ങാറാക്കരുത് ഇജ്. എന്തേ, എനിക്കതിന് പറ്റുമോ? ഇടങ്ങാറാക്കോ? അത് പറയ്, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. ഇടങ്ങാറാക്കോ ഇല്ലേ? എന്ത് നിങ്ങളീ പറയുന്നത്? ഞാനെങ്ങനെ അങ്ങനെ ചെയ്യും? ഇല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണത്. എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാനില്ല. എൻ്റെ പൊന്നാര ദിൽഷാദെ നല്ലൊരു പെണ്ണാണ്. നൂറ എന്നുള്ള പേര് പോലെ തന്നെ ഉള്ള സ്വഭാവം, ഒരു പ്രകാശമുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ കുട്ടീനെ കുറിച്ച് വലിയൊരിതും. അതുകൊണ്ട് തന്നെയല്ല ഞാൻ ഇത്രയും ഇടങ്ങാറായത്. ആയിക്കോട്ടെ, എൻ്റെ കാലിന് വേദന ഉണ്ട്, കാലിന് നീരുണ്ട്, വെരിക്കോസ് വെയിൻ അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടി ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഞാൻ നോക്കാം, എൻ്റെ കാലൊന്ന് തൂക്കിയിട്ട് നിൽക്കലില്ല. പോത്തിന് അങ്ങോട്ട് തരുമ്മ, ഞാൻ ചെയ്തോളാം, നിങ്ങൾ എന്തിനാ കാലുകൊണ്ട് വെയ്യാതെ അങ്ങനെ ആക്കണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്നോട് അങ്ങോട്ട് മാങ്ങലേനു. എന്താന്നില്ലേ ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 ദിവസം കണ്ടില്ലേ എന്നെ കൊണ്ട് വെയ്ക്കായിട്ട് ചോറിന് കൂട്ടാൻ പോരാ, അത് പോരാ, ഇത് പോരാ നിങ്ങളെ കൊച്ചപ്പാട് ഉണ്ടാക്കിൻ്റെത്. അതാണ് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ വേദന അറിയില്ല. ഓൾക്ക് അതിൻ്റെ വേദന അറിയുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പെറ്റതല്ല ഓള. എന്നിട്ടും തന്നെ ആ കുട്ടിക്ക് എന്നെക്കുറിച്ച് വല്ലാത്ത വേദന. ഞാൻ എന്നോടൊരു കാര്യം പറയാം, ഇത് നല്ല മട്ടത്തിന് നല്ല ചിന്തയോട് കൂടിയാണെങ്കിൽ ഓക്കെ. അതല്ല, എൻ്റെ മനസ്സിൽ വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ എൻ്റെ മനസ്സിലും വേറെ കുറച്ച് ഉദ്ദേശങ്ങളുണ്ടാവും. ഇത് കരുതിക്കൊണ്ടേ. നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ നൂറയെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട്, അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ നൂറയെ കഷ്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുവാനോ അല്ല. അവളെ എൻ്റെ കൂടെ കൂട്ടണം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ. തൊലാക്കിപ്പോൾ 1 ചെല്ലിയാലും ഇപ്പോൾ 3 ചെല്ലിയാലും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഭാഗ്യത്തിനഞ്ച് തൊലാക്ക് ചെല്ലാഞ്ഞത്. തൊലാക്കങ്ങാൻ ചെല്ലിക്കണമെങ്കിലോ പിന്നെ ആ പെണ്ണെ ഒരാൾ കെട്ടിയതിൻ്റെ ശേഷം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നിയമം, മനസ്സിലായിക്കോ. വെറുതെ പെൺകുട്ടികളെ ഇടങ്ങാറാക്കരുത്, മനസ്സിലായല്ലോ. പറഞ്ഞിരാറണ്ട ഇജ് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടി നിൽക്കണ്ട. നല്ല മട്ടത്തിൽ നല്ലഞ്ചേൽക്കാണെങ്കിൽ ഇജ് കൂട്ടിക്കൊടന്നോ. ഞാൻ ഒരു എതിരും പറയണില്ല. ആ പെണ്ണിനും തന്നെ ഇവിടെ നിന്നിട്ട് ഓൾക്ക് പോകാൻ തോന്നിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇന്നാളത്തെ മാതിരി ഫോണ് പിടിച്ചുകാണ്ട് ഇജ് അങ്ങനെ ഇജ് കാട്ടിയത് എന്തോ ഒരു ചെറ്റത്തര ചക്ക. കാരണം ഇജ് എന്താ കാട്ടിയത്? അങ്ങനെ ഒരു ഫോൺ പിടിച്ചു പറഞ്ഞാണ്ട് ഇജ് ആർക്കൊക്കെ എൻ്റെ ഗ്രൂപ്പിലും കാര്യങ്ങളിലും ഒക്കെ അങ്ങോട്ട് പരസ്യമാക്കി ഓളെ നാണം കെടുത്തി വിട്ടില്ലേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം ഇജ്. അങ്ങനെ ചെയ്യാൻ പാടണ്ട, ആലോചിച്ച് നോക്കാം. അങ്ങനെ ഇജ് ചെയ്ത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കാം കുട്ടിയെ. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളെ കുടുംബക്കാരത്തിൽ നിന്ന് പറ്റിയാൽ നമ്മളതിങ്ങനെ കൊട്ടിപ്പാടി നടന്ന ആൾക്കാർക്ക് അത് കണ്ട് ചിരിച്ചാൽ ഒരാളായി ഇതായി. അതെ, എൻ്റെ പൊന്നാര മോനെ, ആരാൻ്റെ ഇമ്മാക്ക് പിരാന്തായ കാണാൻ നല്ല രസമാണെന്ന് കേട്ടിക്കണ. നമുക്കിവിടെ എന്തെങ്കിലും പറ്റിയാലും അല്ലെങ്കിൽ നമ്മളെ പെരയിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് പുറമക്കാർക്ക് കേൾക്കുമ്പോൾ വലിയൊരു തൃപ്തിയുള്ള കാര്യക്കാരം. അല്ലാതെ ഒരിക്കൽ പോലും ഓല് പാവം വിചാരിച്ചൂല. ഇപ്പം ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞ് ചിരിക്കാൻ ഒരു ഏതുമായി. എന്നാലല്ലേ ആ ദിൽഷാൻ്റെ പെണ്ണുങ്ങൾ വിളിച്ചാണ്ടില്ലേ, ഒരുത്തനക്ക് അങ്ങനെ വിളിച്ചാൻ പാടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഇടങ്ങാറാക്കലേക്കാരം. അങ്ങനെ വേണ്ടാത്തിന് വെറുതെ നിന്നും ചെയ്തു. ഇപ്പം എനിക്ക് എൻ്റെ തലയിൽ ബുദ്ധി ഉദിച്ചോ? എൻ്റെ തലയിൽ ഇതുവരെ എന്തെങ്കിലും കളിമണ്ണായിരുന്നു? അല്ല, പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി വേണ്ടാത്ത പണിക്കൊന്നും ഓരോന്നിനും നിൽക്കണ്ട, മനസ്സിലായിക്കോ. നല്ല മട്ടത്തിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോ.
എനിക്കോള് പോയിട്ട് വലിയ വേദന തന്നെ. പിന്നെ ഈ പരീത്തതൊക്കെ ഒറ്റക്ക് പേറണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ഓളുണ്ടാവും എനിക്കൊരു സമാധാനവും ആശ്വാസമൊക്കെ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും ഞാനവൾക്ക് ഇതിനു വേണ്ടി പറയുന്നില്ല. ഓളടങ്ങാറാക്കൂല്ല ഞാൻ ഒരിക്കലും. പടച്ച റബ്ബ് കാണുന്നതൊക്കെ. സാധാരണ പെൺകുട്ടികളെ പെരയ്ക്ക് കൊണ്ടുവന്ന് പണിയെടുക്കാനാന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എല്ലാവർക്കും. ആ ഒരു ചിന്താഗതി ഒന്ന് മാറ്റണം. എന്നാൽ തന്നെ കുട്ടികൾക്ക് വരാനും പോകും. ഇപ്പോൾ ഒരുവിധം കുട്ടികൾ കെട്ടിച്ചാൽ തന്നെ അയക്കണില്ലല്ലോ. കാരണം എന്താ, ഈ പെരി ചെന്നുകാണ്ടുള്ള പണി മുഴുവനോ പേറണോ, പെരക്കാരൊന്നും സഹകരിക്കില്ല, അങ്ങനെ ആക്കില്ല. അങ്ങനെ ആകുമ്പോൾ ആർക്കും ഇടങ്ങാറെന്നല്ലേ. എൻ്റെ പൊന്നാർ ദിൽഷാദ് എന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്ക് പോണിന് കുഴപ്പമില്ല, ഓൾ ഇടങ്ങാറാക്കാൻ പാടില്ല. അഥവാ ഇജെങ്ങാനും ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പക്കപ്പം വേറെ പണിയെടുക്കും, മനസ്സിലായിക്കൊണ്ട്. ഉമ്മ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അത് ഞാനൊരു പുതിയ മനുഷ്യനാകാണ്. ശരിയാണ്, ഓളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായത്. എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാരൻ നീ പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്താ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഒന്നുമല്ല, നല്ല പെണ്ണാണ്, പിന്നെ ഇപ്പോൾ കിട്ടാൻ തന്നെ പ്രയാസമാണ് പെൺകുട്ടികളെ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതുകൊണ്ടാണല്ലേ. അല്ല, എനിക്കൊരു കുറ്റബോധം തോന്നി, വേണ്ടില്ല എല്ലാവരും ഉപദേശിച്ചപ്പോഴേ. പൊയ്ക്കോ, പോണിന് കുഴപ്പമില്ല, പക്ഷേ ഇടങ്ങാറാക്കരുത്, അതെനിക്ക് പറയാനുള്ളൂ, മനസ്സിലായല്ലോ? എന്നാൽ ഈ സമയം അതാ നൂറയുടെ വീട്ടിൽ, അവൾ വീട്ടിലും തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, പൊന്നാരൻ്റെ നൂറ, മതി പെണ്ണേ, ഇജ്ജ് എത്ര നേരമായി മിറ്റടിച്ചു വരാൻ തുടങ്ങിയിട്ട്? അങ്ങനെയൊക്കെ മതി, മയത്ത് കുറേ മിറ്റടിച്ചു വരിട്ട് വലിയ കാര്യം. ഇങ്ങോട്ട് പോന്നാ, ഇജ്ജ് കയറി പോന്നാ മതി. അടിച്ചോരി ഓൾക്ക് ഇങ്ങോട്ട് പൂതി ഇടൂല. ഉമ്മ മുറ്റം കണ്ടില്ലേ ആകപ്പാടെ? അത് പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ മരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇലയും ഇതൊക്കെ ബുഗും. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വളർന്നിട്ട് അടിച്ചു വരാം, അല്ലാതെ വെള്ളത്തിൽ അടിച്ചു വരിട്ടിപ്പോൾ എന്താ? ഉമ്മ അവളോട് അതാ ചീത്ത പറഞ്ഞ് ഉപദേശിക്കുന്നു. ഉമ്മ ഞാൻ ഇപ്പോൾ വരാം. നൂറ മുറ്റമടിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാറ് അതാ അങ്ങോട്ട് വരുന്നത്. പഠിച്ചോനെ, അത് ദിൽഷാദ് ഖാൻ്റെ കാറല്ലേ? അല്ല, അവൾ ഒരു നിമിഷം ഉമ്മ 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 എന്താടി ഇങ്ങോട്ട് പോന്നാ മതി മിറ്റടിച്ചൊരിത്. ഉമ്മ, ദിൽഷാദ് ഖാൻ്റെ വണ്ടി വരുന്നുണ്ട്. ഓനിങ്ങോട്ട് വരികയല്ലേ? അങ്ങനെ ഇങ്ങനെ കാട്ടിക്കൂട്ടി പറഞ്ഞ് ബാപ്പാനെ വരെ വിളിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്തേക്കണം. മനോട്ടിന് പോന്നാണ്. അല്ലമ്മ, സത്യമായിട്ടും. അവൾ വേഗം അതാ അകത്തേക്ക് ഓടിപ്പോകുന്നു. ഉമ്മ, ദിൽഷാദ് ഖാൻ്റെ വണ്ടി തന്നെയാണ് വരുന്നത്. ഉമ്മ, സത്യം ഉമ്മ. അവളതാ അകത്തേക്ക് കയറി പോകുന്നു. പെട്ടെന്ന് അതാ ഒരു ബെല്ലടി കേൾക്കുന്നു. ആരാന്നാവും? പഠിച്ചോനെ. ഉമ്മ പോയി വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി പോയി. അല്ല, ആരാന്നാവും ബെല്ലടിച്ചത്? ആരാവല്ലേ? എന്നാലും ഇന്നേരപ്പോൾ ആര് വരാനാ? ഉളപ്പം കണ്ടിപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആരാന്നാവും? പോയി നോക്കട്ടെ. ആരത്? ദിൽഷാദ് മോനോ? ഇങ്ങോട്ട് കയറിക്കോളി. പഠിച്ചോനെ, അല്ല, ഇങ്ങോട്ട് കയറി ഇരിക്കൊന്നും വേണ്ട. എവിടെ നൂറ? അങ്ങോട്ട് അകത്തേക്ക് പോയിക്കണ്. നൂറ, മോളെ നൂറ എവിടെ ഓള്? നൂറ മോളെ, വാതിൽ തുറന്നാ. എന്താ മോളെ ഇജ്ജ് ഇവിടെ വാതിലടിച്ചിരിക്കണ്? ദിൽഷാദ് വന്നിക്കണ്. ഉമ്മാനോട് ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? ഉമ്മാനോട് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ വരുന്നുണ്ട് എന്നുള്ളത്? മോള് ഇങ്ങോട്ട് പുറത്തേക്ക് പോരെ, വരി, ഉമ്മാൻ്റെ കുട്ടി കൊണ്ട് പോന്നാളി, വരി. ഉമ്മ, ഞാനില്ല. എന്താ, എൻ്റെ മാപ്പിളല്ലേ വന്നിക്കണത്? എനിക്ക് പേടിയാണ്. പേടിയോ? എന്തിന്? ഒന്നുമില്ല, എനിക്ക് പേടിയാണ്. വല്ലാത്തൊരു പുതുമ. മോനെ ദിൽഷാദേ, ഓൾക്ക് പേടിയാണ്. നമ്മ ചായ ഉണ്ടാകട്ടെ, ഇരിക്കട്ടോ. ചായ ഒന്നും വേണ്ട, അവളൊന്ന് വിളിക്കുവോ? ഓള് വരുന്നില്ല പൊന്നാര കുട്ടി, എന്നെ പേടിയാന്നാ പറഞ്ഞ. എന്ത് കാര്യം? എന്തെങ്കിലും? അവള് എന്താ അറിയില്ല. മോനൊന്ന് പോയി വിളിച്ചോക്ക്. ഈ എന്നെ വിളിച്ചോ? എന്നെ കൊണ്ടാവൂല. ബാപ്പ വരുമ്പോഴത്തേനും, ബാപ്പ അതൊന്നും അറിയണ്ട. ഇനി ബാപ്പ വിടുവെന്ന് തന്നെ ആവും എൻ്റെ ഒപ്പം. എനിക്കറിയില്ല, കാരണം അങ്ങനെയൊക്കെ. ഉമ്മ, തെറ്റുപറ്റി, ക്ഷമിക്കണം, അറിയാതെ. എൻ്റെ അപ്പോഴത്തെ ഒരു
എനിക്ക് നിയന്ത്രണം തെറ്റിപ്പോയി. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഉമ്മ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടെന്നല്ല. എന്നാൽ നീ തന്നെ വിളിച്ചു നോക്ക് മോനെ. മോളെ നൂറാ. ഓ വിളിക്കണം മോളെ, ഒന്ന് പൊയ്ക്കോ. നമ്മൾ വീട്ടിൽ ഒരാൾ കയറി വന്നാൽ നമ്മളങ്ങനെ നിർത്താൻ പാടുണ്ടോ? ചെല്ല് മോള് പൊയ്ക്കോ. എന്താണ് എൻ്റെ നൂറ? ഏയ് മോളെ പൊയ്ക്കോ. ഉമ്മ എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല. എന്തിനെന്നെ കൊല്ലാൻ വന്നതാണോ? എടീ മിണ്ടണ്ടേ, നന്നായി വന്നിക്കുകയാണെങ്കിലോ? പൊന്നാര മോളെ, ഇവിടെ നിൽക്കണേക്കാൾ എത്രയോ നല്ലതാണ് എനിക്ക് ഓൻ്റെ ഒപ്പം ജീവിക്കണം. അവിടെ നല്ല സ്നേഹനിധിയായ ഒരു ഉമ്മയും കൂടി ഉണ്ടല്ലോ. ഉമ്മ നാട്ടുകാരെ കൊണ്ടൊക്കെ എല്ലാവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ടിപ്പോൾ എന്നെ തേടി വന്നിരിക്കുകയാണോ? അത് സാരല്ല, ക്ഷമിച്ചാളേ. ഉമ്മാൻ്റെ കുട്ടി പഠിച്ചോന്ന് വിചാരിച്ച് ക്ഷമിച്ചാളേ കേട്ടാ. വേറൊന്നും കരുതണ്ട. ഉമ്മാൻ്റെ കുട്ടി പഠിച്ച റബ്ബിനെ വിചാരിച്ച് കാണാൻ ക്ഷമിച്ചാളേ. ഉമ്മ എനിക്ക് ദിൽഷാദേ മോനെ, മോൻ തന്നെ വിളിച്ചോ, അതായിരിക്കും നല്ലത്. ഓള് വരുന്നില്ല കേട്ടോ, മോൻ തന്നെ വിളിച്ചോ. അങ്ങനെ അതാ ദിൽഷാദ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നൂറ, നൂറ, നൂറ് വാതിൽ തുറക്ക്. അവൾ തല താഴ്ത്തി നിന്നു. എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കൂടെ? എന്താ പോവല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്ക് പോവല്ലേന്ന്. എന്തിനാ ഞാൻ വരുന്നത്? ഞാൻ കൊള്ളരുതാത്തവളല്ലേ? ഞാൻ തെറ്റുകൾ ചെയ്തതല്ലേ? ഞാൻ നൂറ, പഴയതൊക്കെ മറക്കാം, നീ മാറ്റ്, വേഗം പോവാ. ഇനി എന്നെ ബാപ്പ വിടും അറിയില്ല. അതെന്താ? ഞാൻ ബാപ്പയോട് വിളിച്ച് പറഞ്ഞോളാം. ബാപ്പയോട് വിളിച്ച് പറഞ്ഞല്ലോ നിങ്ങൾ വേറെ പലതും അല്ലേ? അത് സാറില്ല. അത് പിന്നെ എന്തെനിക്ക് പറയണ്ടേ? പറയാനുള്ളത് പറയണം, അല്ലാതെ അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം വേണ്ടത്. വാ മാറ്റിക്കോ. ഞാൻ 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 വരുന്നില്ല. അതെന്താ വരാത്തത്? അതോ വേറെ വല്ല പ്ലാനിങ് ഉണ്ടോ അവൻ്റെ കൂടെ പോകാനെങ്ങാനും? ദിൽഷാദിൻ്റെ വാക്ക് കേട്ടപ്പോൾ ശരിക്കും നൂറ് ഞെട്ടി. പഠിച്ചവനാണേ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ വേഗം മാറ്റ്. അങ്ങനെ അതാ മനമില്ലാ മനസ്സോടു കൂടെ നൂറ മാറ്റുവാൻ വേണ്ടി നിൽക്കുന്നു. പൊന്നാര മോളെ, പോവുകയാണെങ്കിൽ പൊയ്ക്കോളിഞ്ഞ്. ബാപ്പ വന്നാൽ സമ്മതിക്കൊന്നുമില്ല. ബാപ്പ എന്നെ പിടിച്ചു വെക്കും. ഇനി എന്നെ ബാപ്പ സമ്മതിക്കൂല മോളെ. എനിക്ക് പിന്നെ നിങ്ങൾ ഇടങ്ങാറാക്കണം താല്പര്യമില്ല. നിങ്ങൾ നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോളി. പിന്നെ ആണും പെണ്ണും ഒക്കെ അല്ലേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും എങ്ങനെ എന്താ ഏതെന്നാന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളി, ഇടങ്ങാറാകരുത്. മോനെ, എൻ്റെ കുട്ടീനെ ഇടങ്ങാറാക്കരുത്. തെറ്റൊക്കെ ഉണ്ട് ഓളോട് നേരിട്ട് പറയാന്നല്ലാതെ നാട്ടുകാരെ വിളിച്ചു കാണ്ടൊന്നും പറയരുത്. അതൊന്നുമില്ല. അതെ, ബാപ്പ വന്നാൽ സമ്മതിക്കൂല കേട്ടോ. ബാപ്പാക്ക് അല്ലെങ്കിൽ തന്നെ ബാപ്പ ഒരു ദേഷ്യക്കാരനാണ്, നിങ്ങൾക്ക് അറിയാലോ. ബാപ്പാക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് കണ്ടാലൊക്കെ ബാപ്പ നല്ലോണം ചീത്ത പറയുക, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. മൂപ്പര് അത്തരക്കാരനാണ്. അങ്ങനെ ഇങ്ങനെ നടക്കണമെന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം അന്നെ ഞങ്ങൾ കുട്ടീനെ ഇപ്പോൾ പോയി കൊണ്ടുവന്ന് ഫോണൊക്കെ അതും വിളിച്ചു പറഞ്ഞ് പിന്നെ ദിൽഷാദ് വന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എന്തായാലും ബാപ്പാക്കത് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, ബാപ്പ പോവുകയാണെങ്കിൽ പോയിക്കോളൂ. നിങ്ങളെ വിടാതെ പിടിച്ചേക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കാരണം എന്താ, നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിക്കാൻ തന്നെ എനിക്ക് താല്പര്യമുള്ളൂ. ഒരിക്കൽ പോലും നിങ്ങൾ ഇടങ്ങാറാണെന്നോ അവിടെയും ഇവിടെയും ജീവിക്കണമെന്നൊന്നും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോൾ ചെറിയ പിണക്കങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സോൾവ് ചെയ്ത് ജീവിക്കുക, ക്ഷമിക്കുക എന്നുള്ളോട് തന്നെ അല്ലേ അതിൻ്റെത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല മട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ പൊയ്ക്കോളി, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ബാപ്പ അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പോകാൻ സമ്മതിക്കൂല. മൂപ്പർക്ക് എന്തൊരു നിക്കാഹോ ആരുടെ എന്തൊക്കെ നിശ്ചയം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ്. ഇനി തിരിച്ച് വരവ് കുറച്ച് കഴിഞ്ഞിട്ടേക്ക്. ഈ നേരത്തെങ്ങാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലോ ഒരിക്കൽ പോലും വിടൂല. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കട്ടെ? വേണ്ട, ചായ ഒന്നും വേണ്ട. അല്ല മോനെ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. വേഗം ഉണ്ടാക്കിയാൽ പോരപ്പോൾ അത് അതിനിപ്പോൾ അത്ര ഒന്നും കുടിക്കാതെ പോവാണല്ലോ. പോവാ. എന്നാൽ അതാ നൂറയും ഭയന്നു. മോള് ഉമ്മ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ മോള് പോയിക്കോളി. നല്ല മട്ടത്തിൽ പഠിച്ചോനെ അതിൻ്റെ കൂലി കുട്ടിയെ കിട്ടിക്കോളും. നല്ല മട്ടത്തിൽ ക്ഷമിച്ച്. ഇവിടെ ബാപ്പേനെ അതിലേറെ ദേഷ്യം പിടിച്ച് നോക്കും. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെതും കേൾക്കേണ്ടി വരും. അതിൻ്റെ കുട്ടി അവിടെ നല്ല സ്നേഹമുള്ളൊരു ഉമ്മ ഉണ്ടല്ലോ. എന്നാൽ പോയിക്കോളി. ഓൻ അങ്ങനെ വന്ന് വിളിക്കുക ആയതുകൊണ്ടാണ്. പിന്നെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഖേദം വരരുത്. ഒരിട്ടൊക്കെ ക്ഷമിക്കുക. ആണുങ്ങളല്ലേ, കെട്ടിയ ഭർത്താക്കന്മാരല്ലേ. ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ആയി അരിച്ചു കണ്ട് നമ്മളിങ്ങനെ
പെട്ട് നിൽക്കണ്ടല്ലോ, ഓല് വിളിക്കുമ്പോൾ പോവുക, ഇനി പിന്നെ അള്ളാഹുവിൻ്റെ വിധി പോലെ വരും. നമ്മൻ്റെ കുട്ടിക്ക് നല്ല മട്ടത്തിൽ പോയിക്കോളിട്ടാ. അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ദിൽഷാദ് വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ മോനെ കുടിക്കേ. 1/2 ഗ്ലാസ് ചായ അവൻ കുടിച്ചു. ഒന്നും വേണ്ടമ്മ, ഞങ്ങൾ പോട്ടെ, ബാപ്പ വരുമ്പോഴത്തിന് ഇനി വല്ല പോട്ടെ, അതായിരിക്കും നല്ല. മോൻ കുടിക്കേ. കുടിച്ചു അല്പം. ഉമ്മ എന്നാൽ ഞങ്ങൾ മോളെ എന്നാൽ പൊയ്ക്കോളി, അള്ളാൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കല്ല പഠിച്ചോനെ. അങ്ങനെ അതാ നൂറ അവളുടെ ബാഗുമെടുത്ത് അതാ കാറിലേക്ക് കയറുവാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ അത് നോക്കി നിൽക്കുന്നു. ഉമ്മ പോയിട്ട് വരട്ടെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അവൾ അതാ ദിൽഷാദിൻ്റെ കൂടെ ഇറങ്ങി. അതെ, ഉമ്മ പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഹൈറായ ജീവിതം കൊടുക്കല്ല, ഇതുവരെ ഉള്ളത് അങ്ങനെയാണെങ്കിലും ഇനിയെങ്കിലും നല്ല ജീവിതം കൊടുക്കല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇനി എന്തായിരിക്കും നമ്മുടെ നൂറയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ? അവൾക്ക് നല്ല ജീവിതം ലഭിക്കുമോ? ദിൽഷാദ് നല്ലൊരു സുഖകരമായ ജീവിതം കൊടുക്കുവാനാണോ അവളെ കൊണ്ടുപോയത്, അതോ അവളെ ബുദ്ധിമുട്ടാക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.